ഹായ് വ്യൂവേഴ്സ്, ഞാൻ നിങ്ങളുടെ പൗർണമി. ഒരു ഡയറ്റ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ പലർക്കും ഉണ്ടാകുന്ന ഒരു പേടിയാണ്, ഡയറ്റ് ചെയ്യുമ്പോൾ വെയിറ്റ് കുറഞ്ഞാലും ഡയറ്റ് നിർത്തിയാൽ വീണ്ടും ആ വെയിറ്റ് വരില്ലേ, പിന്നെ എന്തിനാ ഡയറ്റ് ചെയ്യുന്നത്? ഇത് കാരണം പലരും ഡയറ്റ് ചെയ്യാറുമില്ല. ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വെയിറ്റ് കുറയുന്നുണ്ടെന്ന് കണ്ടാൽ പോലും ഇടയ്ക്ക് ഈ സംശയം കാരണം നിർത്തിയിട്ട് പോകുന്നവരുണ്ട്. ഇതിനെന്താ ചെയ്യാൻ പറ്റുന്നതെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ശരിക്കും പറഞ്ഞാൽ ഈ ഡയറ്റ് നിർത്തുമ്പോൾ വീണ്ടും വെയിറ്റ് കൂടുന്നത് ആ ഡയറ്റ് നിർത്തി എന്നുള്ളത് കൊണ്ടല്ല, നമ്മളുടെ പഴയ മോശമായ ഈറ്റിംഗ് ഹാബിറ്റ്സ് ഒക്കെ വീണ്ടും നമ്മൾ അതുപോലെ കണ്ടിന്യൂ ചെയ്യുന്നതുകൊണ്ടാണ്. പലരും ഡയറ്റ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ എക്സ്ട്രീമായിട്ട് ക്രാഷ് ഡയറ്റൊക്കെ ചെയ്ത് വെയിറ്റ് കുറയ്ക്കും. പക്ഷേ അത് നിർത്തി കഴിയുമ്പോഴത്തേക്കും വാരി വലിച്ച് കഴിക്കും. ഒരു 3-4 ദിവസം കഴിയുമ്പോഴത്തേക്കും നല്ലോണം വെയിറ്റ് കൂടിയതായിട്ട് കാണിക്കും. അപ്പോൾ ഡയറ്റ് നിർത്തിയാൽ വെയിറ്റ് കൂടും എന്നുള്ളത് സത്യമാണെന്ന് നമ്മൾ വിശ്വസിക്കുകയും ചെയ്യും. അപ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം, ഡയറ്റ് ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര റെസ്ട്രിക്റ്റീവ് ആയിട്ടുള്ള ക്രാഷ് ഡയറ്റുകൾ ചെയ്യരുത്. അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം, നമുക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ അവോയ്ഡ് ചെയ്ത് സെയിം ഫുഡ് തന്നെ ഡെയിലി കഴിച്ചിട്ട് ഡയറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, കുറേ ദിവസം കഴിയുമ്പോൾ മടുക്കും. പെട്ടെന്ന് ഈ ഡയറ്റ് ഒന്ന് തീർന്നെങ്കിലോ, ഇഷ്ടമുള്ളതൊക്കെ കഴിക്കായിരുന്നു എന്ന് തോന്നും. അപ്പോൾ എന്താ പറ്റുന്നത്? ഡയറ്റ് നിർത്തിയാൽ അപ്പം തന്നെ ചെന്നിട്ട് ഇഷ്ടമുള്ള ഫുഡൊക്കെ കഴിക്കും. സോ ചെയ്യേണ്ടുന്ന കാര്യം എന്ന് വെച്ചാൽ, ഡയറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ ഒരുവിധം ഇൻക്ലൂഡ് ചെയ്ത് എങ്ങനെ ഡയറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. അതായത് ഇപ്പോൾ ദോശ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു ദോശയൊക്കെ കഴിക്കാം. അതിൻ്റെ കൂടെ ഒരു മുട്ട ചേർത്താൽ മതി. അപ്പോൾ പ്രോട്ടീനും ആയി, നിങ്ങൾക്ക് ആവശ്യമുള്ള കാർബും കിട്ടി, ഇഷ്ടമുള്ള ഫുഡ് കഴിച്ചതുപോലെയായി. റെസ്ട്രിക്റ്റീവ് ആയിട്ടുള്ള ഡയറ്റും അല്ല. പിന്നെ ചോറും കൂട്ടാനും ഒക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ചോറ് വളരെ കുറച്ചെടുത്തിട്ട് കൂട്ടാനെടുത്ത് അതിൻ്റെ കൂടെ വെച്ചിട്ട് കഴിക്കുക. അപ്പോൾ ഇതൊട്ടും റെസ്ട്രിക്റ്റീവും അല്ല. എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ കഴിക്കുന്നുമുണ്ട്. അപ്പോൾ ഈ ഡയറ്റ് നിർത്തുമ്പോൾ നിങ്ങൾക്ക് വാരി വലിച്ച് കഴിക്കണമെന്നുള്ളൊരു തോന്നലുണ്ടാവില്ല. പക്ഷേ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഹെൽത്തി ആയിട്ടുള്ള കറികളാണോ എടുക്കുന്നത്, അതിലുള്ള ഓയിൽ വളരെ കുറവാണോ എന്നുള്ളത് നോക്കണം. ഇങ്ങനൊരു ഡയറ്റാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഡയറ്റിലാണെന്നുള്ള ഫീലിംഗ് നിങ്ങൾക്ക് വരത്തില്ല. ഇത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിച്ചു തുടങ്ങുമ്പോഴത്തേക്ക്, ഞാൻ ഇത്രയും കാലം നോർമലായിട്ടാണല്ലോ കഴിച്ചിരുന്നത്, അതങ്ങനെ ഭയങ്കര വലിയ ഡയറ്റായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല, അങ്ങനെ നിങ്ങൾക്ക് പറയാനായിട്ട് പറ്റും. സോ ആ ഒരു രീതിക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫുഡ് എപ്പോഴും ഹെൽത്തിയും ആയിരിക്കണം, എങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളതും ആയിരിക്കണം. അപ്പോൾ എനിക്ക് ചോക്ലേറ്റ്സ് ഒക്കെ ഇഷ്ടമാണല്ലോ, അതൊക്കെ എങ്ങനെയാണ് ഡയറ്റിൽ കൊണ്ടുവരാൻ പറ്റുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ, 80-20 എന്നുള്ള റൂള് നിങ്ങൾ മനസ്സിൽ വെച്ചാൽ മതി. വെജിറ്റബിൾസും ഫ്രൂട്ട്സും പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള എഗ്ഗ്, ചിക്കൻ, കേർഡ്, പനീർ ഇതൊക്കെ കഴിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. പരിപ്പ്, പയർ വർഗ്ഗങ്ങളൊക്കെ കഴിക്കുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം. പിന്നെ മില്ലറ്റ്സ്, റാഗി, ഓട്സ് അതുപോലത്തെ സാധനങ്ങൾ. അപ്പോൾ ഇതൊക്കെ കഴിക്കുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം. ഇതാണ് ഹെൽത്തി ആയിട്ടുള്ള ഈറ്റിംഗ് എന്ന് പറയുന്നത്. ഈ സംഭവങ്ങളൊക്കെ 80%-ഉം 20% നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം കഴിക്കാം. പക്ഷെ അത് എന്നും ആവരുത് കേട്ടോ. ഇപ്പോൾ ചോക്ലേറ്റ് ഒക്കെയാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അത് ഡെയിലി കഴിക്കുന്ന അത്ര നല്ലതല്ല. കാര്യം നമുക്ക് ആ ക്രേവിങ് എന്നും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിൽ നിന്ന് പുറത്തു വരാനായിട്ട് നമുക്ക് പറ്റില്ല. പിന്നെ ഈ ഡയറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ ഒരിച്ചിരി കഴിച്ചു പോയല്ലോ എന്നുള്ള ഗിൽറ്റ് വരുന്ന ആൾക്കാരുണ്ട്. ആ ഗിൽറ്റ് തന്നെ ആദ്യം മാറ്റി വയ്ക്കണം. അത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മളെ തന്നെ നമ്മൾ പെർഫെക്റ്റ് ആക്കാൻ നോക്കുകയാണ്. ഓരോ ദിവസവും നമ്മൾ പെർഫെക്റ്റായിട്ട് കഴിക്കുന്നുണ്ടോ അങ്ങനെ നോക്കുമ്പോൾ ഇതെപ്പോൾ ഒന്ന് തീർന്നു കിട്ടും, വല്ലതും ഒക്കെ കഴിക്കാമല്ലോ എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ നമ്മൾ എത്തും. സോ അത്രയും പെർഫെക്ഷൻ്റെ ഒന്നും ആവശ്യം സത്യം പറഞ്ഞാലില്ല. കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് 6 മാസം ഡയറ്റ് ചെയ്യണം എന്നുള്ളൊരു രീതിക്ക് മനസ്സിനെ പ്രിപ്പയർഡ് ആക്കി കൊണ്ടുവരണം ഡയറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ. അതാണ് സത്യം പറഞ്ഞാൽ നമുക്ക് വേണ്ടത്. സോ അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമുക്കൊരു ഗിൽറ്റ് വരത്തില്ല, നമ്മളിതൊന്ന് തീർന്നു കിട്ടാനായിട്ട് വെയിറ്റ് ചെയ്യത്തില്ല. ഡയറ്റ് എന്ന് പറയുന്നത് ഒരു ലൈഫ് സ്റ്റൈലായിട്ട് തന്നെ നമുക്കങ്ങനെ മാറും. പിന്നെ ഡയറ്റ് ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ട് എക്സസൈസ് ഒക്കെ ചിലർ ചെയ്യും, നടക്കാനൊക്കെ പോവും. പക്ഷേ ഡയറ്റ് നിർത്തി ഫുഡ് കഴിച്ചു തുടങ്ങുമ്പോഴത്തേക്ക്, ഇന്ന് ഞാൻ സാധാരണ ഫുഡല്ലേ കഴിച്ചത്, ഇന്നിനിപ്പോൾ എക്സസൈസ് ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് നിർത്തും. അത് 1 ദിവസമാവും, 2 ദിവസമാവും, 3 ദിവസമാവും. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഡയറ്റിൽ നിന്നും പുറത്ത് വരും, വർക്കൗട്ട് ചെയ്യുന്നതും നിർത്തും. സോ അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മളൊന്ന് ഡയറ്റിൽ നിന്ന് ഒരു ബ്രേക്ക് എടുത്താൽ പോലും നിങ്ങൾ ചെയ്തിരുന്ന വർക്കൗട്ട് എന്താണോ അത് കണ്ടിന്യൂ ചെയ്യണം. പെട്ടെന്ന് എല്ലാം കൂടെ നിർത്തുമ്പോഴത്തേക്ക് പെട്ടെന്ന് വെയിറ്റ് ഗെയിൻ ആവും. സോ നിങ്ങൾ ചെയ്തിരുന്ന വാക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് കണ്ടിന്യൂ ചെയ്യുക. എന്നും പറഞ്ഞ് നിങ്ങൾ ഭയങ്കര വർക്കൗട്ടൊക്കെ ചെയ്യണം, അത് മസ്റ്റാണെന്നൊന്നും ഞാൻ പറയില്ല. കാര്യം ഒന്നും ചെയ്യാൻ പറ്റാതെ വെയിറ്റ് അങ്ങ് കൂടി ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ട് ഇരിക്കുന്ന ഒരാളോട് ചെന്നിട്ട് അടുത്ത ദിവസം മുതൽ നിങ്ങൾ ഡയറ്റ് ചെയ്യൂ, വർക്കൗട്ട് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞാൽ പറ്റത്തില്ല. അവർ മാനസികമായിട്ട് അതിനെ റെഡി ആവില്ല. നിങ്ങൾക്ക് ഡയറ്റിംഗ് മാത്രമാണ് തൽക്കാലം പറ്റുന്നതെന്നുണ്ടെങ്കിൽ അത് തുടങ്ങിയാൽ മാത്രം മതി. തുടങ്ങിയിട്ടൊരു 3-4 കിലോ കുറഞ്ഞു വരുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ തോന്നും, ഇനി നമുക്ക് വർക്കൗട്ട് കൂടെ ചെയ്തു തുടങ്ങാം എന്നുള്ള ആ ഒരു മെൻ്റൽ ക്ലാരിറ്റി നമുക്ക് തന്നെ വരും. അതാരും നമുക്ക് പറഞ്ഞു തരണമെന്നില്ല. സോ ഡയറ്റ് നിർത്തുമ്പോഴും ഈ വർക്കൗട്ട് കണ്ടിന്യൂ ചെയ്യാനായിട്ട് നോക്കണം. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ,
ഈ ഡയറ്റ് നിർത്തിക്കഴിഞ്ഞ് കഴിച്ചു തുടങ്ങുമ്പോഴും നമ്മൾ ആദ്യം ചെയ്തിരുന്നൊരു കാര്യമുണ്ടല്ലോ, പോർഷൻ കൺട്രോൾ, അത് വിട്ട് കളയരുത്. ഇപ്പം ഞാൻ ഡയറ്റ് ഇന്ന് നിർത്തി, നാളെ എനിക്കൊരു ബിരിയാണി കഴിക്കണമെന്ന് തോന്നി, ഞാൻ നാളെ ഒരു ബിരിയാണി കഴിച്ചു. അടുത്ത ദിവസം ആകുമ്പോഴും എന്തെങ്കിലും കഴിക്കാം എന്ന് തോന്നുകയാണെങ്കിൽ അപ്പം ഞാൻ ഡയറ്റിൽ ചെയ്തിരുന്ന പോർഷൻ കൺട്രോൾ അവിടെ കൊണ്ടുവരണം. അതല്ലാതെ നല്ല ടേസ്റ്റ് ഉണ്ട്, ഇച്ചിരി കൂടെ കഴിക്കാം എന്ന് പറഞ്ഞ് 2 തവി ചോറും കൂടെ എടുത്തിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പോർഷൻ കൺട്രോൾ അവിടെ തെറ്റി, ഞാൻ കഴിച്ച ഫുഡ് അൺഹെൽത്തി ആയിരിക്കാം, അപ്പം എല്ലാം കൂടെ വെയിറ്റ് ഗെയിൻ ആകും. പിന്നെ ചോറൊക്കെ ഒരുപാട് കഴിക്കാതെ, അതായത് കാർബ് അധികം കഴിക്കാതെ ഡയറ്റ് ചെയ്ത ആൾക്കാരിൽ പെട്ടെന്ന് ഡയറ്റ് നിർത്തി കഴിച്ചു തുടങ്ങുമ്പോഴേ ഈ കാർബ് കാരണം വാട്ടർ റിട്ടൻഷൻ ഉണ്ടാവും. അത് കാരണം പെട്ടെന്ന് വെയിറ്റ് കൂടുതൽ കാണിക്കും. അപ്പം നമ്മൾ വിചാരിക്കും, അയ്യോ ഇത്രയും ദിവസം ചോറ് കഴിക്കാതിരുന്നപ്പോൾ വെയിറ്റ് കുറഞ്ഞു, പെട്ടെന്ന് ചോറ് കഴിച്ചപ്പോൾ വെയിറ്റ് കൂടി, അപ്പം എൻ്റെ ഡയറ്റ് പോയി, ഞാൻ ചെയ്ത എല്ലാ എഫേർട്ടും പോയി എന്നൊക്കെ വിചാരിക്കും. സത്യം പറഞ്ഞാൽ അങ്ങനെയല്ല. ചോറൊക്കെ കഴിക്കാതെയാണ് നിങ്ങൾ ഡയറ്റ് ചെയ്തതെന്നുണ്ടെങ്കിൽ അത് കുറച്ചായിട്ട് വീണ്ടും കഴിച്ചു തുടങ്ങണേ. ഒരു ദിവസം തന്നെ അടുത്ത ദിവസം തന്നെ പോയിട്ട് ഒരു ഫുൾ പ്ലേറ്റ് ചോറും ഒത്തിരി മത്തിക്കറിയും ഒക്കെ ആയിട്ട് അങ്ങനെ കഴിക്കരുത്. വളരെ കുറച്ചായിട്ട് അത് കൂട്ടിക്കൊണ്ടുവരാൻ ശ്രമിക്കണം. അപ്പോൾ ഈ പെട്ടെന്നുള്ള വാട്ടർ റിട്ടൻഷനും ഉണ്ടാവില്ല, നിങ്ങൾക്ക് വെയിങ് സ്കെയിലിൽ കയറി നിന്നിട്ട് ആ ഒരു പാനിക്കും ഉണ്ടാവില്ല. പിന്നെ എന്ത് തന്നെ ഡയറ്റ് നിർത്തിക്കഴിഞ്ഞിരുന്നാലും ആഴ്ചയിൽ ഒരിക്കൽ വെയിറ്റ് നോക്കുന്നത് നല്ലതായിരിക്കും. കാര്യം നിങ്ങൾക്ക് വേണ്ടി എഫേർട്ട് ഇട്ട് ഒരു കാര്യം ചെയ്ത് വെയിറ്റ് കുറച്ച് കൊണ്ടുവന്നു, ആൾക്കാരൊക്കെ ആ വെയിറ്റ് കുറഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞ് ആ സന്തോഷത്തിലിരിക്കുന്ന നിങ്ങളത് എന്തിനു വെറുതെ സ്പോയിൽ ചെയ്യണം? അത് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വെയിറ്റ് നോക്കണം. അപ്പോൾ ചിലർ ചോദിക്കും, എങ്കിൽ പിന്നെ ലൈഫ് ലോങ് ഇങ്ങനെ ഓരോന്ന് നോക്കിക്കൊണ്ടിരിക്കണമല്ലോ, ഇതിനെക്കാളും ഡയറ്റ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെയല്ല. ഇപ്പോൾ എന്താ പറയുക, നമ്മൾ ഡെയിലി കുളിക്കുന്നില്ല, ഇന്നലെ ഞാൻ കുളിച്ചു അതുകൊണ്ട് ഇനിയിപ്പോൾ ഇന്ന് കുളിക്കണ്ട, ഇനിയിപ്പോൾ ലൈഫ് ലോങ് കുളിക്കണ്ട എന്ന് നമ്മൾ വിചാരിക്കില്ലല്ലോ. അതുപോലെയാണ് ഡയറ്റിങ്. നമ്മുടെ ബോഡിക്ക് നമ്മളൊരു കാര്യം നല്ലത് ചെയ്തു കൊടുത്തു, അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കേണ്ടതും നമ്മൾ തന്നെയാണ്. ഇടയ്ക്കൊക്കെ ഒന്ന് നോക്കി കൊടുക്കുക, വെയിറ്റ് എത്ര ഉണ്ടെന്ന്. നല്ലോണം കൂടുന്നുണ്ടെന്ന് തോന്നിയാൽ വീണ്ടും ചെറുതായിട്ടൊന്ന് ഡയറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ചെറുതായിട്ട് കഴിക്കുന്ന ഫുഡ് ഒന്ന് അനലൈസ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഡയറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞതുപോലെയാണ് ഡയറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വലിയൊരു സ്ട്രെസ്സൊന്നും ആയിരിക്കില്ല. അതൊരു ചെറിയ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ആയിട്ടേ തോന്നത്തുള്ളൂ. അത് നിങ്ങൾക്ക് ഇഷ്ടമാവുകയും ചെയ്യും. ഇനി അഥവാ നമ്മളെ കയ്യിൽ നിന്ന് പോയി, നമ്മളങ്ങ് വാരി വലിച്ച് കഴിച്ചു പോയി, ഭയങ്കരമായിട്ട് വണ്ണം കൂടി എന്നുണ്ടെങ്കിലും ഒരിക്കൽ ഡയറ്റ് ചെയ്ത് സക്സസ് ആയ ആളിന് ആ ട്രിക്ക് നല്ലോണം അറിയായിരിക്കും, എങ്ങനെ ഡയറ്റ് ചെയ്യണം, എങ്ങനെ തിരിച്ച് ട്രാക്കിൽ വരണം എന്നുള്ളത്. കാര്യം ഡയറ്റിംഗ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഒരിക്കൽ നമുക്ക് ആ ട്രാക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സിമ്പിളാണ്. അത് നമുക്ക് സിമ്പിളായിട്ട് നമ്മൾ വിചാരിക്കുമ്പോൾ തന്നെ തിരിച്ച് ആ ട്രാക്കിൽ വരാനായിട്ട് പറ്റും. ആദ്യം അത് കൊണ്ടെത്തിക്കുന്നത് മാത്രമാണ് ബുദ്ധിമുട്ട്. അപ്പോൾ ഞാൻ ഡയറ്റിംഗ് നിർത്തിയാൽ എൻ്റെ വെയിറ്റ് കൂടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ആലോചിച്ചിരിക്കുകയേ വേണ്ട. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യൂ. ഡയറ്റ് ചെയ്ത് ആ രീതി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ലൈഫ് ലോങ് ഇതൊരു ഈസി ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.